നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മുടെ PC ജോർജ് സാറിന് ഘർവാപ്പസി നടത്താൻ മോഹം. ലോകത്ത് ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മികച്ച തെറികളും വിളിച്ച് UDFിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. UDFുകാരുടെ കൂട്ടത്തിൽ ചേർന്നേ പറ്റൂ. ഒറ്റയ്ക്കായതിൽ പിന്നെ വലിയ തോതിൽ തെറി പറയാനും പാര വയ്ക്കാനും പറ്റിയിട്ടില്ല. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അതാണ് ഒരു പ്രശ്നം. മുന്നണിയിൽ തിരിച്ചു കയറിയാലേ വീണ്ടും തൻ്റെ പഴയ കുത്തിത്തിരിപ്പ് പരിപാടി പുറത്തെടുക്കാൻ പറ്റൂ. ഇത്രയും കാലം പിറകെ നടന്ന അണികളെ നൈസായിട്ട് പറ്റിച്ച് നമ്മൾ UDFിലേക്ക് പോവുകയാണ് എന്ന് PC പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു സംശയമില്ലാതെ പറയാം, നമ്മുടെ പാർട്ടി ഏത് മുന്നണിയിലാണ്? സ്വന്തം കാര്യം നിന്ന് പോവുകയാണ്. മതവിശ്വാസത്തിനെതിരെ നീങ്ങുന്ന ഇടതുപക്ഷ മുന്നണിയായിട്ട് CPM നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുമായി ഒരു മാന്യമഹാജനങ്ങളെ, ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനം ലവൻ കശ്മലൻ. മതേതരത്വവും പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം BJPയുമായും യോജിക്കാൻ നമുക്ക് കഴിയില്ല. അവരങ്ങനെ പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ ആലോചിക്കാം. കറുപ്പ് മുടുത്ത് രാജഗോപാലേട്ടന്റെ മടിയിൽ കയറി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇപ്പൊ BJPയിലേക്ക് പോയി കളയും PC എന്നാണ് തോന്നിയിരുന്നത്. പിന്നെ എന്താണോ എന്തോ, BJPക്കാര് അഡ്മിഷൻ കൊടുക്കാഞ്ഞിട്ടാണോ എന്തോ. LDFന്റെ കാര്യം പിന്നെ നോക്കണ്ട, അവർ പറമ്പിൽ പോലും കയറ്റില്ല എന്നുറപ്പാണല്ലോ. അങ്ങനെയാണ് പഴയ മുന്നണിയിലേക്ക് മടങ്ങിപ്പോവാൻ നോക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസുമായി ചേർന്ന് മുൻപോട്ട് പോവുകയാണ് അഭികാമ്യം എന്ന അഭിപ്രായം. ഗുണകരം എന്ന് കേരളത്തിലെ ജനങ്ങൾ ഗുണകരമെന്ന് എളിവനായി ഞാൻ കരുതുന്നു എന്ന കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷണർ സമ്മതിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും PCയെ UDFുകാർ അങ്ങോട്ട് കയറ്റുമോ എന്ന് പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. PCയുടെ നാക്കിന്റെ രുചി വേണ്ടുവോളം അറിഞ്ഞവരാണല്ലോ അവിടെ ഇരിക്കുന്നത്. പഴയ ആ തെറിക്കഥകളൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. ഏവം സേതുമാധവം മുകുന്ദം കുംഭീതലേ ഗ്ലാനിർഭവതി ഭാരതി. ഗോപിയേട്ടൻ വേറെ എവിടേക്കെങ്കിലും തീർത്ഥാടനത്തിന് പുറപ്പെട്ടതാണോ? എല്ലാ തീർത്ഥാടനവും കഴിഞ്ഞു. ഇനി എന്റെ രാമുവിന്റെ കൂടെ കുറെ നാളൊന്ന് വിശ്രമിക്കണം. ഇവിടെയാ? രാമു എവിടെയാന്ന് വെച്ചാൽ അവിടെ. പിന്നെ UDFുകാര് ആര് വന്നാലും സ്വീകരിക്കാതിരിക്കാൻ വഴിയില്ല. അത്രയ്ക്ക് കഷ്ടമാണ് അവിടുത്തെ കാര്യങ്ങൾ. PC എങ്കിൽ PC, എന്തെങ്കിലും ആവട്ടെ എന്നാണ് ലൈൻ. എന്നാലും PCയുടെ നാക്ക് അടക്കി വെക്കുന്നത് എങ്ങനെ? ചിലപ്പോ താൻ ഉപയോഗിക്കുന്ന ഭാഷ വെറും ചന്ത ഭാഷയാ, വെറും ചന്ത. തന്റെ ഭാഷാപ്രയോഗത്തെ കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടിയിട്ടുണ്ട്. എന്നെ അലട്ടുന്ന വേദനകൾ രണ്ടാ. വല്ലപ്പോഴും വരുന്ന ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ. അതിലും വേദനയാ തന്നെ കൊണ്ട്. ഗതി കെട്ടിട്ടാടോ പുലി പുല്ല് തിന്നുന്നത്. ഇഷ്ടം കൊണ്ടല്ല തന്നെ ചുമക്കുന്നത്, അത് മറക്കണ്ട. PC എന്തായാലും അങ്ങോട്ട് കയറി പറഞ്ഞിരിക്കുകയാണ് മുന്നണിയിലേക്ക് ഘർവാപ്പസി നടത്താൻ താല്പര്യമുണ്ട് എന്ന്. മുന്നണിയിൽ എടുത്താൽ പിന്നെ കോൺഗ്രസിന്റെ കാര്യം ഈ ബാധ നോക്കിക്കോളും. എന്ത് തീരുമാനമെടുക്കണം എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നത് ശരിയല്ല. നമുക്കൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്താം. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ എല്ലാ രാഷ്ട്രീയ ചെയർമാനെ ഏൽപ്പിക്കുക. അതൊന്നും വേണ്ട, ആ കച്ചവടമൊന്നും വേണ്ട. ഒറ്റയാൻ ഭരണമല്ല ഇവിടെ, നമുക്ക് കൂട്ടായിട്ട് മതി. അത് ഏറ്റുവാങ്ങുന്ന ആളിന്റെ കൂടെ ബാധയും വെക്കളും. മനസ്സില്ലാ മനസ്സോടെയോ ഇഷ്ടമില്ലാതെയോ ആണോ വാങ്ങുന്നതെങ്കിൽ വസ്തു പോകും, പക്ഷെ ബാധ ഇവിടെ തന്നെ നിൽക്കും. മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ ശ്രീധരൻ പിള്ള സാർ കാണിക്കുന്ന തലക്കനം ചെറുതല്ല. കേരളത്തിലെ മുന്നാക്കക്കാരുടെ വോട്ടെല്ലാം മറിച്ചിട്ട് കളയും എന്ന ഭാവത്തിലാണ് സാറിന്റെ സംസാരം. എല്ലാം ആ പെരുന്നയിലെ നായർ സാറിനെ സന്തോഷിപ്പിക്കാനായിരുന്നു അത്രേ. മുന്നോക്ക വിഭാഗങ്ങളിൽ ഉദ്യോഗ
വിദ്യാഭ്യാസ മേഖലകളിൽ 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഞങ്ങൾ BJP സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കേരളത്തിലാണ് അതിൻ്റെ നേട്ടം ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കാൻ പോകുന്നത്. ഹിന്ദു വിഭാഗങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇക്കാര്യത്തിൽ കേരളത്തിലെ LDFിലെയും UDFിലെയും രണ്ടാമത്തെ കക്ഷികളാണ് ഇക്കാര്യത്തിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചത്. അത് മൊത്തത്തിൽ അപമാനകരമാണ്. ഇതെല്ലാം പെരുന്നയിലെ നായരുടെ ഹോൾഡ് കൊണ്ട് മോദിജി നേരിട്ട് ചെയ്യിച്ചതാണ് എന്ന ലൈനിലാണ് പിള്ളസാറിന്റെ വർത്തമാനം. UDFും LDFും അവരുടെ രണ്ടാമത്തെ കക്ഷികളെടുത്ത ഈ നിലപാടിനെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മറ്റന്നാൾ കേരളത്തിൽ ആഹ്ലാദ ദിനമായി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശനിയാഴ്ച പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും മറ്റും നടത്താനായിട്ട് BJP തീരുമാനിച്ചിരിക്കുന്നു. സംവരണത്തിന്റെ പേരിൽ പെരുന്നയിലെ നായരെ സുഖിപ്പിച്ചു നിർത്തിയെങ്കിലും കണിച്ചുകുളങ്ങരയിലെ മുതലാളിയെ സുഖിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നടേശൻ മുതലാളി ഇടഞ്ഞിട്ടുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുഷാറും സംഘവും കൂടെ നിന്നിട്ടും പിള്ളസാറിന്റെ പാർട്ടി ഞങ്ങളോടിത് ചെയ്തല്ലോ എന്നാണ് നടേശൻ മുതലാളി പറയുന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് വരാം. BJPക്കാരുടെ തലങ്ങും വിലങ്ങും കൊണ്ടതിനെ തുടർന്ന് മാധ്യമങ്ങൾ BJPയെ ബഹിഷ്കരിച്ചത് പിള്ളസാറിന് തീരെ പിടിച്ചിട്ടില്ല. ഇങ്ങനെ ബഹിഷ്കരിച്ച് കളിക്കുകയാണെങ്കിൽ ഈ കളിക്ക് ഞങ്ങളില്ല എന്നാണ് പിള്ളസാർ പറയുന്നത്. മാധ്യമങ്ങൾ BJPയെ ഒരു ദിവസം ബഹിഷ്കരിച്ചത്, അങ്ങനെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ പിന്നെ മാധ്യമങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാത്തൊരു കാര്യമാണ്. എവിടെയും അങ്ങനെ ചെയ്തായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവർ മാറി നിൽക്കാം, അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിക്കാം, കറുത്ത വായ മൂടി കെട്ടിക്കൊണ്ടൊക്കെ പങ്കെടുക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം മനസ്സിലാകാവുന്നതാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ BJPക്കാരെ ബഹിഷ്കരിക്കുന്നത് എന്തൊരു കഷ്ടമാണ്. മാധ്യമപ്രവർത്തകരെ തല്ലി ഒരു പരുവമാക്കി എന്ന ഒരു തെറ്റല്ലേ അവർ ചെയ്തുള്ളൂ. അതിനിങ്ങനെ പാപം ഞങ്ങളെ ശിക്ഷിക്കണോ എന്നാണ് പിള്ളസാറിന്റെ ചോദ്യം. പക്ഷേ CPM ഫ്രാക്ഷൻ കേരളത്തിൽ ശക്തമായതുകൊണ്ട്, മാധ്യമരംഗത്ത് ശക്തമായതുകൊണ്ട് അതിൻ്റെ നിലപാട് ഒരു ദിവസം BJPയെ ബഹിഷ്കരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമീപനം പാസ്സാക്കി. ആഹാ, എന്തൊരു നിഷ്കളങ്കത! ഇനിയും കോൺഗ്രസിലെ ബുദ്ധിയും വിവരവും ഉള്ളവരെല്ലാം ശബരിമല സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കും എന്ന് ഒരു AICC വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞുവല്ലോ. ഇപ്പറഞ്ഞത് BJPയിലെ ചിലർക്കും കൊണ്ടു എന്നാണ് തോന്നുന്നത്. അവിടെയും ബുദ്ധിയുള്ളവർ ഉണ്ട്. BJPയുടെ ശബരിമല നിലപാടിൽ പ്രതിഷേധിച്ച് OBC മോർച്ചയുടെ നേതാവായ ശരണ്യ സുരേഷ് പാർട്ടി വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ബുദ്ധിയുള്ള ഒരുപാട് പേർ ഇനിയുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ RSS എത്രയോ കാലമായി ശബരിമല യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്ത് അതിനെ അനുകൂലിച്ചവരായിരുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ O രാജഗോപാൽ ശബരിമല സ്പെഷ്യൽ പതിപ്പിൽ യുവതീ പ്രവേശനത്തിന്റെ അത്യാവശ്യത്തെക്കുറിച്ച്, അതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് 4 പേജ് ലേഖനം എഴുതിയതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേഖനം ഇപ്പോഴും ശബരിമല സ്പെഷ്യൽ പതിപ്പിൽ കിടപ്പുണ്ട്. ഇങ്ങനെ O രാജഗോപാലേട്ടന്റെയും സുരേന്ദ്രേട്ടന്റെയും പഴയ പ്രസ്താവനകൾ പൊക്കിക്കൊണ്ടുവരുന്നത് എന്തൊരു കഷ്ടമാണ്. 4 വോട്ടിന് വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമോ? നിങ്ങൾക്ക് ഏവർക്കും അറിയാം, K. സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K. സുരേന്ദ്രൻ സുപ്രീം കോടതി വിധി വരുന്നുമ്പേ ശക്തമായിട്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട്, കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരോട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചതാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ആവശ്യത്തെക്കുറിച്ചും ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ആവശ്യക്കാരൻ എന്ന നിലയിൽ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. ഇങ്ങനെ എത്ര കാലം അണികളെ BJP നേതാക്കൾ പറ്റിക്കും? ശബരിമലയുടെ പേരിൽ നല്ല മുതലെടുപ്പ് പരിപാടിയാണ് പിള്ളസാറും കൂട്ടരും നടത്തുന്നതെന്ന് താഴെയുള്ള നേതാക്കൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് ഭക്തിയുടെ പേരിൽ നടത്തുക, ഈശ്വര വിശ്വാസത്തിനെ പോലും താൽക്കാലികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കി നാട്ടിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാനുള്ള ഒരു പ്രവർത്തനം, അതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടക്കുന്ന ഭക്തജന ഘോഷയാത്രകളിൽ ഒന്നും തന്നെ ഒരു ചെറിയ വിഭാഗം ഭക്തര് പെട്ടുപോയിട്ടുള്ളത് ഒഴിച്ചാൽ പിന്നെയുള്ള ഭക്തിയൊക്കെ അങ്ങനെയുള്ള ഭക്തി തന്നെയാണ്. ഇലക്ഷന് 10 വോട്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ ഈശ്വര വിശ്വാസത്തെ പോലും തകിടം മറിച്ചുകൊണ്ട് രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ്. ആളെന്നുള്ള രീതിയിൽ അവരുടെ
കൂടെ നിന്ന് കുടപിടിക്കുവാൻ കഴിയുകയും ഇല്ല. ഈ ശരണ്യ സുരേഷ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമല്ല, OBC മോർച്ചയുടെ സംസ്ഥാന നേതാവാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ, മീറ്റിങ്ങിന് പോയാൽ ചായയും കുടിച്ച് തിരിച്ചു വരാമെന്നല്ലാതെ അവിടെ പോയി ഒരക്ഷരം മിണ്ടാൻ അവർ സമ്മതിക്കില്ലത്രേ. BJP OBC മോർച്ച എന്ന് പറഞ്ഞാൽ BJPയുടെ പരിവാർ സംഘടനയാണ്. ആ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ട് വരുന്ന ആള് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പ്രിവിലേജ് ഉള്ള ആളാണ്. സംസ്ഥാന കമ്മിറ്റികൾ കൗൺസിലുകളിൽ പങ്കെടുക്കാവുന്നതും ആ രീതിയിലുള്ള പ്രിവിലേജും ഉണ്ട്. പക്ഷെ ഇതെല്ലാം പുറമേ ഉള്ളതേ ഉള്ളൂ. വർഷത്തിൽ 1-2 ഇങ്ങനെ വിളിച്ച് ചായ കുടിച്ച് പിരിയൊന്നുമില്ലാതെ അങ്ങനെ ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നുമില്ലാതെ ഏതിലുമില്ല. സംഘടനാപരമായിട്ട് BJP എന്ന കക്ഷിയുടെ നമ്മളെ പരിവാർ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ സംസ്ഥാന കൗൺസിലുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയൊന്നും ഒരു ചർച്ചയോ തീരുമാനങ്ങളോ ഒന്നുമില്ല. ഇന്ധന വിലവർദ്ധനവിന്റെ പേരിൽ UPA സർക്കാരിനെതിരെ കാളവണ്ടി സമരത്തിന് പോയ കഥയൊക്കെ ഓർക്കുമ്പോൾ നാണക്കേട് കൊണ്ട് സുരേഷിന് തല പൊക്കാൻ പറ്റുന്നില്ല. അതായത് ഇന്ധന വില വർധനവിനെതിരെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കാളവണ്ടി റാലി നടത്തി വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയുണ്ടായി. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മറ്റു രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു രാജ്യ നന്മയ്ക്ക് എന്നുള്ള രീതിയിലുള്ള ആ പ്രഖ്യാപനങ്ങളിൽ വീണുപോയാണ് നമ്മൾ അതിൽ പെട്ടുപോയത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് അധികാരം കഴിഞ്ഞ് വന്നു നോക്കിയപ്പോഴത്തേക്ക് എല്ലാ തലത്തിലും, ഭരണതലത്തിൽ പരിശോധിച്ചാലും സാമൂഹ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ നാട്ടിന്റെ സംസ്കാരവും നാട്ടിന്റെ ഇന്റഗ്രിറ്റിയും മതേതരത്വമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ ഇവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഇതിനെയെല്ലാം തച്ചുടച്ച് തരിപ്പണമാക്കി. നമ്മുടെ NK പ്രേമചന്ദ്രൻ സഖാവിന് ഇതെന്തൊരു മാറ്റം! റവല്യൂഷണറിയും സോഷ്യലിസവും ഒക്കെ വിട്ട് നല്ല ഒന്നാം തരം കോൺഗ്രസ് ആയതുപോലെ ഉണ്ട് ഇപ്പോൾ പ്രേമചന്ദ്രൻ സഖാവ്. കോൺഗ്രസ് നേതാക്കൾ പോലും കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ദീപസ്തംഭം, മഹാശ്ചര്യം. കോൺഗ്രസ് ആണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ ഇന്ന് ഇന്ത്യയിൽ ഞങ്ങൾ കാണുന്നത് ഒരു ശരിയായ രാഷ്ട്രീയ ബദൽ. ഞാൻ സൂചിപ്പിച്ചത് സാമൂഹ്യ നയങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. സാമ്പത്തിക നയങ്ങളുടെയും മറ്റു കാര്യങ്ങളും പരിശോധിച്ചാൽ എത്രയോ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ബദൽ സൃഷ്ടിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് CPM-ന് അറിയാം, പ്രകാശ് കാരാട്ടിനറിയാം, യെച്ചൂരിക്കറിയാം. ബെസ്റ്റ് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തെ ഭരണാധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ നിലപാടെന്ന് CPM സ്വീകരിക്കുന്നത്. അതൊരു ഒരു വിശാല മനസ്കതയോടുകൂടി സ്വീകരിക്കുന്ന സമീപനമാണ് എന്ന് ഒരിക്കലും വിലയിരുത്താൻ കഴിയും. ഇനി ഒരു ഇടവക ഇടപാട് കഥയാണ്. CSI സഭയുടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച വകയിൽ ഇടപാടുകാരന് കുറേ പൈസ സഭ കൊടുക്കാനുണ്ടത്രേ. എത്ര കരഞ്ഞു പറഞ്ഞിട്ടും കിട്ടാതായപ്പോൾ ആശാൻ തൊഴിലാളികളെയും കൂട്ടി സമരത്തിനെത്തി. സ്വന്തം ബിഷപ്പിനെ തന്നെ തടഞ്ഞു വെച്ചു. ഇതാണ് കഥ. എനിക്ക് അത്രമാത്രം 10 വർഷം കൊണ്ട് ഇവർക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ടും 7 കോടി രൂപയുടെ ഇപ്പോൾ ഇതാ ചെക്ക് ഇതായിരിപ്പുണ്ട്. 3,36,00,000 രൂപയുടെയും ഇത് അടുത്ത ഒരു ചെക്ക് 3,38,00,000 രൂപയുടെയും ഇൻസഫിഷ്യന്റ് ഫണ്ട് എന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചു. ഇന്നലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, കാശ് ചോദിക്കാൻ വിട്ടുപോയി. ഇന്നത്തെയും ഇന്നലത്തെയും പറ്റൊന്നും ചെയ്യാന്നേ. ചെവി കേട്ടൂടെ? കാശ് തരാൻ തൽക്കാലം കാശിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കാശ അല്ല, അതിന് കണക്കുകൾ ഹാജരാക്കട്ടെ. അതുകൊണ്ടാണല്ലോ കോടതിയിൽ നമ്മൾ പോയിരിക്കും. വ്യക്തമായി മെഷറിംഗ്, അതായത് എംബുക്ക് ഹാജരാക്കട്ടെ. അതിന് വ്യക്തമായ ഒരു കണക്കുകൾ കൊണ്ടുവരട്ടെ. ഇപ്പൊ കണക്കുകളില്ലല്ലോ, രേഖകളില്ലല്ലോ. എന്റെ പൊന്നു സ്നേഹിതന്മാരെ, പരമ നഷ്ടമായിരുന്നു ഈ കച്ചവടവും. അതൊന്നും ഞങ്ങൾക്കറിയണ്ട, ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇന്ന് തരാന്നാ പറഞ്ഞത്. അപ്പോൾ എന്റെ അവസ്ഥ വളരെ, ഞാൻ 16,00,000 രൂപ പലിശ കൊടുക്കുകയാണ് മാസം. ഇപ്പൊ അവരെങ്ങനെയെങ്കിലും, കാരണം ഇതിന്റെ യഥാർത്ഥ ഘടകം ഇപ്പോഴത്തെ CSI സഭാ സെക്രട്ടറി ഇലക്ഷന് മുമ്പേ ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടി 50,00,000 രൂപ എന്നോട് ചോദിച്ചിരുന്നു. അത് കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ വൈരാഗ്യമാണ്
എൻ്റെ അടുത്ത് ഈ കാണിക്കുന്നത്. പണിയായുധം മാത്രമേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ. ബാക്കി കോടതിയെങ്കിലും നിശ്ചയിച്ച് കാശ് കിട്ടട്ടെ. തന്നെ ഏൽപ്പിച്ചതല്ലോ ചോദിക്കുന്നത്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. എങ്കിലും എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട. വെള്ളം ഒഴിക്കാൻ ആളുണ്ടല്ലോ. മര്യാദയ്ക്ക് എന്റെ കാശ് തരാൻ പറ. കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങളാണ്. നമ്മളുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം വന്നതിന് ശേഷം നമ്മൾ പണി കൊടുത്തിട്ടുമില്ല. ന്യായമായി ടെൻഡർ ഇട്ടിട്ടുണ്ട്. പുതിയ ആളുകൾ ടെൻഡർ പിടിച്ച് പണികൾ, സ്കൂളിന്റെ പണികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ അസൂയാണ് പുള്ളിക്ക്. കാരണം പുള്ളി സ്ഥിരമായിട്ട് പണി എടുത്തുകൊണ്ടിരുന്നതാണ്, പുള്ളി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത് പുള്ളിക്ക് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു വെപ്രാളമൊക്കെ ആയിരിക്കും. ഈ എമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. അത് തന്നെ പറഞ്ഞത്. എന്റെ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. പിന്നെ എന്താ ഉണ്ട്? നുള്ളിപ്പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. ഈ കഥയുടെ വാസ്തവം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ കുഞ്ഞാടിന് കുറേ പണം കിട്ടാനുണ്ട്. പണം അങ്ങനെയും ഇങ്ങനെയും ഒന്നും കൊടുക്കാൻ കഴിയില്ലെന്ന് സഭയും. എൻ്റെ ഇപ്പോൾ സൈറ്റ് തമിഴ്നാട് ചെന്നൈയിലുണ്ട്. റോയപ്പെട്ട ഒരു സൈറ്റ് ഉണ്ട്. കോട്ടാർ ഡയസിന്റെ നാഗർകോവിൽ പണി ഞാനാണ് ചെയ്യുന്നത്. തക്കല ഡയസിന്റെ പണി ഞാനാണ് ചെയ്യുന്നത്. വെറും ഞാൻ മൊത്തം 300 കോടിയോളം വർക്ക് ചെയ്തതിൽ 24 കോടി രൂപയുടെ വർക്ക് ഈ CSIയുടെ ചെയ്തിട്ടുള്ളൂ. അതിലാണ് എനിക്ക് ഈ 11 കോടി രൂപ കിട്ടാനുള്ളത്. ഞാൻ ഒരു CSI സഭാംഗമാണ്. സഭയുമായിട്ടെന്ന് പറയുന്നത് സഭയോ ട്രസ്റ്റോ ഒന്ന് ദക്ഷിണയുള്ള മഹായിടവയാണ്. ദക്ഷിണയുടെ മഹായിടവയ്ക്ക് അതാത് കാലഘട്ടത്തിൽ ഓരോ ഭരണസമിതി ഉണ്ടായിരിക്കും. ആ ഭരണസമിതി നിശ്ചയിക്കുന്ന രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ അതിൽ വ്യക്തമായ ക്രമക്കേടുകൾ കണ്ടിട്ടുണ്ട്. അത് കോടതിയിലാണ്. അത് കോടതി പറയുന്നതനുസരിച്ച് നമ്മൾ ഇനി ചെയ്യും. മര്യാദയ്ക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം മേഘം എന്നുള്ളതിന്റെ ഇയാളെന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. 12 വർഷം മുമ്പ് CSIയുടെ ആസ്തി എന്ന് പറയുന്നത് വെറും 500 കോടിയായിരുന്നു. ഈ 12 വർഷം കഴിഞ്ഞപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജ്, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, ലാ കോളേജ്, മൊളയറ കോളേജ് ഇതെല്ലാം വന്നപ്പോൾ ആസ്തി 5000 കോടിയായി. 36 കോടി രൂപ കടമായി. ഇപ്പോഴും ഇവരടുത്ത് നിന്ന് ഈ കാശ് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് നിങ്ങൾ പഴയ ഭരണസമിതി ചെയ്തില്ല, അവിടെ നിന്ന് നിങ്ങൾ കാശ് വാങ്ങിച്ചോളാം. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇയാളല്ലോ പറഞ്ഞത് കുറെ നുള്ളി പറയ്ക്കാൻ കുറെ കാണുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.